എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിലെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സസ്പെൻഷൻ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാരണങ്ങൾ തിരിച്ചറിയാനും പരിഹാര മാർഗങ്ങൾ നൽകാനും നമ്മൾ പഠിക്കും. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും. സസ്പെൻഷൻ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, പ്രശ്നങ്ങളുടെ കാരണങ്ങൾ തിരിച്ചറിയുക, പ്രശ്നങ്ങൾക്ക് പ്രതിവിധികൾ നൽകുക. വീൽ ഹോപ്പ് മുതൽ നമുക്ക് ആരംഭിക്കാം. വീൽ ഹോപ്പ് പ്രശ്നങ്ങൾ സാധാരണയായി കാരണമാവുന്നത് അസമമായ ടയർ മർദ്ദം അല്ലെങ്കിൽ ഓവർലോഡ്, തെറ്റായ ടയർ ക്രമീകരണം അല്ലെങ്കിൽ തെറ്റായ വിന്യാസം എന്നിവ കാരണം റിം വളയുന്നു. കുറഞ്ഞ ടയർ മർദ്ദത്തിന്റെ ആഘാതം, അയഞ്ഞതോ തകർന്നതോ ആയ വീൽ മൗണ്ടിങ്ങുകൾ. സാധ്യമായ പ്രതിവിധികളിൽ ഇവ ഉൾപ്പെടുന്നു. റിം ബെൻഡ് ശരിയാക്കുന്നു, ശരിയായ ടയർ മർദ്ദം ഉറപ്പാക്കുന്നു, വീൽ മൗണ്ടിങ്ങുകൾ ഉടനടി മുറുക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യുക. വാഹനത്തിന്റെ ഉയരത്തിലുണ്ടാകുന്ന അപാകതകളാണ് കാരണം. ദുർബലമായ ലീവ് സ്പ്രിംഗ് ടെൻഷൻ, ഒടിഞ്ഞ ലീവ് സ്പ്രിംഗ് ഹാങ്ങർ അല്ലെങ്കിൽ ഫിഞ്ചസ്, അസമമായ ടയർ മർദ്ദം, കേടായ ഷോക്ക് അബ്സോർബർ ബസ്സുകൾ. സാധ്യമായ പ്രതിവിധികളിൽ ഇവ ഉൾപ്പെടുന്നു. ലീവ് സ്പ്രിങ്ങുകളുടെ ടേമ്പർ കൂട്ടുന്നു, കേടായ ഹാങ്ങറുകൾ മാറ്റിസ്ഥാപിക്കുന്നു, ടയർ പ്രഷർ കൃത്യവും തുല്യവും ഉറപ്പാക്കുന്നു, കേടായ ഷോക്കർ ബസ്സുകൾ മാറ്റിസ്ഥാപിക്കുന്നു. അമിതമായ യാത്രയും സസ്പെൻഷൻ സിസ്റ്റത്തിലേക്കുള്ള ബൗൺസും കാരണമാകാം. ദുർബലമായ ലീവ് സ്പ്രിംഗ് ടെൻഷൻ, പൊട്ടിയ സെന്റർ ബോൾട്ടും ലീവ് സ്പ്രിംഗ് ഹാങ്ങറും അല്ലെങ്കിൽ ഫിഞ്ചൻസുകളും. കേടായ ബൗൺ സ്റ്റോപ്പ്, അയഞ്ഞതോ കേടായതോ ആയ വീൽ ബെയറിങ്ങുകൾ. സാധ്യമായ പ്രതിവിധികളിൽ ഉൾപ്പെടുന്നു. ലീവ് സ്പ്രിങ്ങുകളുടെ ടേമ്പർ കൂട്ടുന്നു, സെന്റർ ബോൾട്ട് അല്ലെങ്കിൽ ലീവ് സ്പ്രിംഗ് ഹാങ്ങറുകൾ അല്ലെങ്കിൽ ഫിഞ്ചൻസുകൾ മാറ്റിസ്ഥാപിക്കുന്നു, കേടായ ബൗൺ സ്റ്റോക്ക് മാറ്റിസ്ഥാപിക്കുന്നു, ഡിഫക്റ്റീവ് വീൽ ബെയറിങ്ങുകൾ മാറ്റിസ്ഥാപിക്കുന്നു. ദ്രാവക ചോർച്ച ഉണ്ടാകാനുള്ള കാരണങ്ങൾ: പൊട്ടിയ പൈപ്പ് ലൈനുകളും യൂണിയനും, അയഞ്ഞ യൂണിയൻ ത്രെഡുകൾ, പ്രവർത്തന സമയത്ത് ശബ്ദമുണ്ടാക്കുന്ന സസ്പെൻഷന് പ്രവർത്തന സമയത്ത് ഇവയെല്ലാം കാരണമാകും. ഡ്രൈ ലൂബ്രിക്കേഷൻ, ജീർണിച്ചതോ അയഞ്ഞതോ ആയ ഹാങ്കർ പിന്നുകളും സെന്റർ ബോൾട്ടുകളും. ഫോൾട്ടി ഷോക്ക് അബ്സോർബർ. ദ്രാവക ചോർച്ചയുള്ള സാധ്യമായ പരിഹാരങ്ങൾ ഇവയാണ്. പൊട്ടിയ പൈപ്പ് ലൈനുകളും യൂണിയനുകളും മാറ്റിസ്ഥാപിക്കുന്നു, അയഞ്ഞ യൂണിയനുകൾ മുറുക്കുന്നു. ഒരു നോയ്സി സസ്പെൻഷനുള്ള സാധ്യമായ പരിഹാരങ്ങൾ ഇവയാണ്. സസ്പെൻഷൻ പിന്നുകൾ, ഹാങ്ങറുകൾ, സ്പ്രിങ്ങുകൾ എന്നിവ ഇടയ്ക്കിടെ ലൂബ്രിക്കേറ്റ് ചെയ്യുക. കേടായ സെന്റർ ബോൾട്ടുകളും ഹാങ്ങർ പിന്നുകളും പരിശോധിച്ച് മാറ്റിസ്ഥാപിക്കുക. വോൺ ടാമ്പറുകൾ, ജോയിന്റുകൾ എന്നിവയ്ക്ക് കാരണം ലൂബ്രിക്കേഷൻ. ഡാപ്പർ പാഡ് ലൂസനിങ് ചെയ്യുക,
ജോയിന്റുകൾ അമിതമായി ടൈറ്റ് ആക്കുന്നതിനാൽ. വെഹിക്കിൾ ക്രാമ്പിംഗ് ഇനി പറയുന്ന കാരണങ്ങളാൽ സംഭവിക്കാം: അസമമായ ടയർ പ്രഷർ, അനുചിതമായ ടോയിൻ, തകർന്ന മെയിൻ ലീഫ് സ്പ്രിംഗ്, തേഞ്ഞുപോയ കിങ്പിൻ ബെയറിംഗ്. തേയ്മാനം വന്ന ജോയിന്റുകൾ എന്നിവയ്ക്കുള്ള സാധ്യമായ പ്രതിവിധികൾ: ശരിയായ ലൂബ്രിക്കേഷൻ, ജോയിന്റുകൾ കൂടുതൽ ടൈറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക, ഡാമ്പിംഗ് പാഡുകൾ ടൈറ്റ് ചെയ്യുക. വെഹിക്കിൾ ക്രംപിനായുള്ള സാധ്യമായ പ്രതിവിധികൾ ഇനി പറയുന്നവയാണ്: ടയർ പ്രഷർ പരിശോധിച്ച് തുല്യമായി സെറ്റ് ചെയ്യുക, വീൽ അലൈൻമെന്റ് പരിശോധിച്ച് ശരിയാക്കുക, കേടായ മെയിൻ ലീഫും കിങ് പിൻ പെയറിംഗും പരിശോധിച്ച് മാറ്റിസ്ഥാപിക്കുക. ഈ പാഠത്തിൽ നമ്മൾക്ക് പഠിക്കാൻ സാധിക്കുന്നത്: സസ്പെൻഷൻ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, പ്രശ്നങ്ങളുടെ കാരണങ്ങൾ തിരിച്ചറിയുക, പ്രശ്നങ്ങൾക്ക് പ്രതിവിധികൾ നൽകുക. ഈ സെഷനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.